channel, guys. ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. അപ്പം ചൂടുന്നു വല്ലാണ്ട്. ഇന്ന് ഡിസംബർ 25, 2025 രാവിലെ ഒരു 12:30 സമയം. പള്ളിയിൽ പാതിരക്കുർബാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ദിവ്യ ചേച്ചിനെ ഗിവൻചേന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവനിന്ന് നാട്ടിൽ പോകും. അവനെ നമ്മൾ ഇന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ആൻഡ് അത് ഇവിടുന്ന് ഒരു 2-2.5 മണിക്കൂർ ദൂരം. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നോനുവിനെ കൊണ്ടാണ് നാട്ടിൽ പോകുന്നത്. അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്, അതും ഇത്രയും നീണ്ടവരാണ്. അവൻ പാലൊക്കെ കുടിച്ച റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടിരുന്നുണ്ട് ഗ്യാസ് കളയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നോക്കട്ടെ, ചുണ്ടിന്റെ പൊന്നിനെ അവരൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയെങ്കിലും അവനെ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ കരയും കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ഇങ്ങനെ കിടക്കണം എനിക്ക് ഇഷ്ടമില്ല ഒത്തിരി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കരയും. കണ്ടാട്ടാർ റെഡി സ്റ്റാർട്ട്. അപ്പൊ നമ്മൾ എഴുന്നേറ്റ് ഡിസ്കോ കളിക്കണം. നൂനിന് ഇങ്ങനെ ഇരിക്കണ ഇഷ്ടമാണ്. വൈ? ബിക്കോസ് നൂനിനെല്ലാം കാണാൻ പറ്റും. നമ്മൾ കാണുന്ന എല്ലാം നൂനിനും കാണാൻ പറ്റും. നമ്മൾ വട്ടം തിരിഞ്ഞ് വന്നാട്ടെ ഷുട്ടുമണിയെ. ഇനി ഇപ്പുറത്തിരിക്കട്ടെ ഷുട്ടുവേ. ഷുട്ടു ഇനി കൊച്ചേരി ഇപ്പുറത്ത് യാത്ര ചെയ്യട്ടെ. നമ്മള് നാട്ടിൽ പോവാന് ഗായ്സ്. നമ്മളല്ല നാട്ടിൽ പോവന്റെ പൊന്നാരക്ക്. എന്റെ പൊന്നാരക്ക് നാട്ടിൽ പോണ ഇഷ്ടമല്ലടി. എന്റെ പൊന്നാരി ഇവിടെ നിൽക്കും ചേട്ടൻ പറയക്കണ്ട സാധനങ്ങൾ എടുത്തേക്കാനും കൂടി നടക്കണ്ടേ. പക്ഷെ നമ്മള് നാട്ടിൽ പോണേ. ഞാൻ പോണില്ല, നോന് മാത്രം. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മളിതേ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് എയർപോർട്ടിലേക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റാത്തത്ര സങ്കടമായിരുന്നു നോന് പോകാൻ. കഴിഞ്ഞ 4 മാസം ഫുൾ ടൈം അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മേ ബി അവൻ നടക്കുമായിരിക്കും അല്ലെങ്കിൽ സംസാരിക്കുമായിരിക്കും. അതൊക്കെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പോവാൻ നേരം അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ആകെ മൊത്തം ഷോക്ക്. പക്ഷേ നമുക്ക് വീഡിയോ കോൾ ഒക്കെ ചെയ്യാം, ഫോൺ വിളിക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അവരങ്ങനെ എയർപോർട്ടിലാക്കി. അവിടുന്ന് നേരെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഇന്ന് ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഇവിടെ വിന്നിപെഗിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് നേരെ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്ന് ഉറങ്ങി. രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ മാത്രമേ ഇനി നമ്മുടെ കയ്യിലുള്ളൂ. കാരണം ഇതൊരു ഫുൾ വ്ലോഗായിട്ട് എടുക്കുമെന്ന് എനിക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഇനിയുള്ള ക്ലിപ്പുകളൊക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഉള്ളതായിരിക്കും. ഫുൾ കലവിലായിരിക്കും, പക്ഷേ ജസ്റ്റ് ഒരു വാർണിംഗ് തന്നേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ക്രിസ്മസ് മോർണിംഗ് ആണ്. എന്താണ് നമ്മളുടെ പരിപാടി? നമ്മൾ അപ്പം ചുട്ടോണ്ടിരിക്കുക. എവിടെയാ നമ്മള്? ഡയനയുടെ മാനേജറിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയതാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അപ്പം ചുടുവാണ്. ഞങ്ങളാണ് അപ്പം ചുടുന്നത്. ഞാനും കുടും. കയ്യിലില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചുടുന്നുണ്ട്. അതെ, ലക്ഷ്മി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അപ്പം ചുടാൻ പോവാണ്. എന്നിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിക്കാൻ പോവാണ്. ഇനിയും വേറെ ആൾക്കാർ വരാനുണ്ട്, പക്ഷെ അവരിപ്പോ ഇല്ലാത്ത കാരണം നമ്മൾ മാത്രം പ്രത്യേക വുമൻസ്. കഴിഞ്ഞിട്ട് ഇപ്പൊ നിലവിൽ ഡയന ഫുഡ് കൊടുക്കാൻ പോയി. ഡയനോടെ വന്നു കഴിയുമ്പോൾ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഡയനയുടെ അടുത്തും ലഞ്ച് നമ്മളെവിടെയാണ്? കുടുവിന്റെ അടുത്തും ലക്ഷ്മിയുടെ അടുത്തും. അപ്പൊ ഇവരുടെ തന്നെ ലഞ്ച്. അപ്പൊ നമ്മള് ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ഫുഡുള്ള കുറച്ച് ഫുഡുകൾ നമ്മൾ കാണിച്ചു തരാം. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴൊന്നും ഫോട്ടോ എടുക്കാനോ റെഡി ആവാനോ അല്ല വീഡിയോ എടുക്കണമെന്ന് എനിക്ക് സമയം കിട്ടിയില്ല. കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ നേരെ റെഡിയാക്കി ഇവര്. സമയമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആരും റെഡി ആയിട്ടൊന്നുമില്ല. ഒരാളിവിടെ കുളിക്കണുള്ളൂ, ഒരാൾ എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അതുകൊണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടാ നിങ്ങള് അപ്പോ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. അതാണ് ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെയുള്ള എല്ലാരെയും നമുക്ക് കാണാം. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഞാൻ ഇങ്ങനെ കാണിക്കാൻ വന്നതാ. അവൻ കയ്യാന്നാലും ഞാൻ പിന്നെ എവിടെയാ അവളുണ്ട്. നമുക്ക് ടുപ്പിടി ഉണ്ട്. ചുപ്പിടിനെ കാണിച്ചു തരട്ടെ. ഇത് നമ്മുടെ കുടുംബത്തിലെ ഒരേ ഒരു പെറ്റാണ്. കുറെ വ്ലോഗുകളിൽ ഞാൻ അവളെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഇതാണ് നമ്മുടെ ടുപ്പിടി. കാണാൻ പറ്റുന്നുണ്ടോ? ഞാന് ഇവിടെ ഇത്ര ഇതാണ് കേട്ടോ കുടുംബനാഥ, കുടുംബശ്രീ. ഇതാണ് കുടുംബശ്രീ കേട്ടാ. ഇത് കുടുവിന്റെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് ഡയനയുടെ ഡ്രസ്സ്, അത് ഡയനയുടെ ഡ്രസ്സ്. You can be famous too. I know. Oh, you give it 80K followers watching you. നമ്മളെങ്ങനെയാണ് അപ്പം ചുടുന്നത്? 90K followers watching you. Hi. എന്നെ ഇങ്ങനെ എല്ലാരും ഇട്ട് കളിയാക്കും ഗൈസ്. ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഫോട്ടോയോ എടുക്കാൻ വന്ന എല്ലാരും എന്നെ കളിയാക്കും ഗൈസ്. I support.
എനിക്ക് അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സാധനം വരും, ഒരു സാധനം വരും. ചെക്ക്. ഹലോ ഗൈസ്, കിളിങ്ങുന്ന വളമാണ്. എല്ലാ സരോജിനി നഗർ, എല്ലാ സരോജിനി മാർക്കറ്റ്. നമ്മള് ഫുഡ് കഴിക്കുന്നതായിരിക്കും. സാരംഗിന്റെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാ, 10th പഠിച്ചത്. അപ്പൊ ബൈ. ഇത് നമ്മള് ഫുഡ് കഴിക്കുമ്പോ കാണാം. ബൈ. ഇനി നമ്മള് ഫുഡ് കഴിക്കുമ്പോ കാണാം. ബൈ. ലക്ഷ്മി ബൈ പറയടി. ബൈ. സാറാന്ന് ഇവൾക്ക് ഡെയിൻമൈ ലൈഫ് എടുക്കാനുള്ള ഐഡിയ കൊടുക്കണ്ടായിരുന്നു. മര്യാദക്ക് വേണ്ടാന്ന് ചോദിച്ചു എടുത്ത് വെച്ച എന്നെ ഡെയിൻമൈ ലൈഫ് എടുക്കാൻ പറഞ്ഞു. നമ്മള് കഴിക്കാൻ നേരത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആ പല്ല് കാണിച്ചേ. ഞാൻ കേക്ക് തിന്നോണ്ടിരിക്കും. പുഞ്ചരി തഞ്ചും ചുണ്ടിലൊരു മല്ലിക്കുഞ്ചൽ കുളിരി കനവിലൊരു മൽക്കുളിരി ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിന്ത് ഇവൾ എനിക്കെന്റെ പ്രിയങ്കരി. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ സൗന്ദര്യം വഴിയുന്നവർ തന്നെ. ഈ വ്ളോഗ് നമ്മൾ പോസ്റ്റ് ചെയ്യുമല്ലോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ. ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ വരുന്നത്, പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ ആരുമില്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേസ്. അതാണ് നമ്മളിങ്ങനെ മന്ദത എനിക്ക് ചുറ്റും വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെങ്ങനെ ഇത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമന്റ്. ട്യൂട്ടോറിയൽ ഷോർട്സ് വരുന്നതായിരിക്കും. നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഷോർട്സ് ഇട്ട് വരുന്നതായിരിക്കും. ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിൽ ഇടാനായിട്ട് ഞാൻ മറന്നുപോയിരുന്നു. ഈ വ്ളോഗ് ഉണ്ടല്ലോ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് യാതൊരു ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും നാളുകൾ എടുത്ത് ഇതൊന്ന് എഡിറ്റ് ഒക്കെ ചെയ്ത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. ഇപ്പം നമ്മളെല്ലാവരും ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നത് ലക്ഷ്മിനെ കാണാനായിട്ട് നമ്മൾ 3 ട്രിപ്പ് പോയ ടീച്ചറിനെ പോലെയാണ്. ഞാൻ കാണിച്ചു തരാവേ. കണ്ട നോക്കിക്കേ, പൊട്ടൊക്കെ തൊട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ആ ഷോള് കാണിച്ചു കൊടുത്ത എല്ലാവരും. ആ ഷോള് ഇങ്ങനെ ഇട്ടേ. കണ്ട നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഗൈസ്? 3 ട്രിപ്പ് പോയ ടീച്ചർ കഷ്ടപ്പാട്. കുറെ എണ്ണത്തിന് മേച്ചോണ്ട് നടക്കണ്ടേ പിള്ളേർ? അതെ, ഈ പിള്ളേരൊക്കെ മേച്ചോണ്ട് നടക്കണ്ടേ? ആരാ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആയി എങ്ങടാ പോണേ? നമ്മളിനി നേരെ ഫോക്സിൽ പോകും. നമ്മൾ ഫോക്സ് എല്ലാ വീഡിയോയിലും നമ്മൾ ഇടാറുള്ളതാണ്. വിനിപ്പെക്കിൽ വന്നിട്ടുള്ള എല്ലാ വീഡിയോയിലും നമ്മൾ ഫോക്സ് ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ സമാധാനമല്ലേ. അപ്പൊ നമുക്കിത് ഫോക്സിൽ പോയിട്ട് നമുക്ക് മറ്റേ കടയിൽ നിന്ന് ചായ കുടിക്കാമെന്ന്. പെട്ടെന്ന് ഗൈസ് നമ്മൾ എന്തിനാ എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ സിനിമയ്ക്ക് പോകുക. ആ അപ്ഡേറ്റ് കൊടുക്കാൻ മറന്നുപോയല്ലോ എല്ലാവർക്കും. 3:20 നമ്മൾ സിനിമ തുടങ്ങും. അതിന് മുന്നേ നമുക്ക് പോകണം. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ലക്ഷ്മി. അല്ല, ഉറക്കാൻ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ദുരന്തർ കാണാൻ വരുക. എന്താ കഴിക്കുന്നത് നിങ്ങള്? കാർക്കുന്ത ഇവളുടെ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മള് ദുരന്തർ കാണാൻ വരുന്നു. ദുരന്തർ കാണാൻ പോകുന്നു. കുറെ ദുരന്തങ്ങൾ എല്ലാരും കൂടെ. ഈ സാധനം കുറേ നാളായിട്ട് ഇത് പോയേക്കുമായിരുന്നു. ഇപ്പൊ വന്നതാണ് ഈ സാധനം. ഇറ്റ്സ് ബാക്ക് എന്ന് എഴുതിക്കുന്നുണ്ടല്ലേ. നമ്മളൊരു ചായയൊക്കെ കുടിച്ചൊരു 5 മിനിറ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര ഉറക്കക്ഷീണായിരുന്നു. കാരണം നമ്മൾ അവരെ എയർപോർട്ടിലാക്കിയിട്ട് ആകെ 2 മണിക്കൂർ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ കാണണം, എനിക്ക് സർവമായ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിവിടെ ഇല്ല. മലയാളി തിയേറ്ററിൽ അതില്ല. ഇതൊന്ന് പദ്ധതേ ഉള്ളത്. അത് ഞാൻ കാണിക്കാം. നമ്മൾ വാഷ്റൂമിലിരുന്ന് നമ്മൾ ഉറക്കണ്ട. നമ്മൾ ഇതേ വാഷ്റൂമിൽ ഡാൻസ് കളിച്ചത്. ഡാൻസാ? അവിടെ ക്യാമറ വെച്ചിട്ട് ഡാൻസ് അല്ല, ഫോട്ടോ ഇല്ല. ഡാൻസ് കളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ആ വീഡിയോ ഞാൻ കണ്ടുപിടിച്ചു 4 വർഷം മുന്നേ. സെയിം സ്പോട്ടിൽ സെയിം തിയേറ്ററിൽ നമ്മൾ കളിച്ചതാണിത്. അതേ തിയേറ്ററിൽ നമ്മൾ തിരിച്ചു വന്നേക്കാണ്. സിനിമ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായി. ഇഷ്ടപ്പെട്ടാ? യെസ്, നല്ല സിനിമയാണ് കേട്ടോ. നല്ല സിനിമയാണ്. ആണോ? ഭയങ്കര നല്ല സിനിമയാണ്. നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുള്ള കാര്യം ഞാൻ ഇത്രയധികം മറന്നു. ബിക്കോസ് നമുക്ക് വിശക്കുമായിരുന്നു. ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാവേ ഫുഡിൻ്റെ.
കഴിഞ്ഞതോ ഓൾറെഡി പിടിക്ക് കൊടുത്താ ഗാർബേജിൽ ഇടാനായിട്ട് പോവാണ്. അത് ഇതാണ് ഗാർബേജ്. അങ്ങനെ നമ്മൾ ഉറങ്ങാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പല പല പ്ലാനുകളായിട്ട് വരുന്നത്. ഗൈസ് നമ്മൾ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ യുഎസിന് പോകുവാണ്. ഇതൊക്കെയാണ് നമ്മള് ഇംപ്രൂവ്. ഗൈസ് നമ്മളെങ്ങോട്ട് പോണു? യുഎസിന് പോണ്. നൈറ്റ് ഡ്രൈവ് പോണം നമ്മൾ. ഇവിടുന്ന് 20 മിനിറ്റ്സേ ഉള്ളൂ. ബൈ ബാക്കിൽ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പൊ ബൈ പറഞ്ഞു പോണത്. ലക്ഷ്മി ഇല്ല. അത് കൊള്ളാലോ. നമുക്ക് ലൈറ്റ് ഇല്ലല്ലോ. യെസ് ലക്ഷ്മി. ഇതിപ്പോ നമ്മളെ വണ്ടിയിൽ ചെളിയായത്, ഗ്ലാസ്സിൽ ചെളി ആയതുകൊണ്ട് നമുക്ക് വ്യൂ ഒന്നും കിട്ടാത്തതാണ്. പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് ഗ്ലാസ് ഒന്ന് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോഴും വലിയ വിനയൊന്നുമില്ല കാണാൻ. എന്താടി ആ കാണുന്ന ഒരു പ്രതിമയില്ലേ, ആ പ്രതിമ മുകളിൽ കാണുന്ന അത് ഗോൾഡ് കൊണ്ട്. ആ പുള്ളി പുള്ളിയുടെ വീഡിയോ എടുക്കണമെന്ന്. ആ പുള്ളി വിചാരിച്ചു ആ പുള്ളിയുടെ ഫോട്ടോയുടെ വീഡിയോ എടുത്താണെന്ന് ഞാന്. അല്ല കേട്ടോ. അപ്പൊ ആ സാധനം നമ്മള് എന്തോ ഗോൾഡൻ ഒക്കെയാന്നാണ് ഇവര് പറയണത്. നമുക്കറിയില്ല. ആ ഓടാൻ നിൽക്കുന്ന മാലാക. നമ്മള് വന്ന് പട്ടാ പകല് പോലെ ഇരിക്കുന്നേ. പക്ഷെ സത്യത്തില് രാത്രിയായത് കേട്ടോ. തിരക്കുകളില്ലാത്ത ആളൊഴിഞ്ഞ ഫോക്സ്. മനസ്സിലായി? ഇവിടെ ആരും ഇല്ല ഇപ്പൊ. നമ്മൾ മാത്രമേ ഉള്ളൂ. ചായയൊക്കെ മേടിച്ച നമ്മള് ഏതാണ്ട് ദാവത്തെന്നൊക്കെ പറഞ്ഞൊരു കടയിൽ നിന്ന് നമ്മൾ ചായയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചായ, മസാല. സത്യം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും വരുമ്പോൾ ഭയങ്കര തിരക്കാണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും നടന്ന് കാണാറില്ല. ആദ്യത്തെ മാർക്കറ്റിൽ പോയിട്ട് പിന്നെ നേരെ റിവർ സൈഡിലേക്ക് പോകാൻ ചുറ്റും ലൈറ്റും പാട്ടൊക്കെ ആയിട്ട് ഇതൊക്കെ കണ്ടപ്പം എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നടുക്ക് ഒരു സ്പീക്കർ ഉണ്ട് കേട്ടോ. അതാണ് നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നത്. ലൈറ്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുണ്ടെങ്കിലും നല്ല തണുപ്പായിരുന്നു. അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും നല്ല കുറെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. തണുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നല്ലോ പോലെ. അതിന് നല്ല കാറ്റുണ്ടായിരുന്നു. ഫോട്ടോ എടുത്തിട്ട് പോവാ. മതി തിരിച്ചു കണക്ക്. ലൈറ്റ് ഒക്കെ കണ്ടില്ലേ? ഇതൊരു ഭാഗം, ഇനി വേറെ ഭാഗത്ത് പോയി കാണാം. ഫോട്ടോസ് എടുത്തിട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇങ്ങനെ വീഡിയോ എടുത്തപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ നിന്നിട്ടൊക്കെ കുറെ വീഡിയോസ്. അവരെല്ലാരും അങ്ങോട്ട് നടന്നു പോയി. പക്ഷെ ഞാൻ ഫുള്ള് നടന്നില്ല. ഇതുപോലെ ദൂരെ നിന്ന് സൂം ചെയ്ത് കുറച്ച് വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ തിരിച്ചു. അങ്ങനെ ഈ ഒരു കുഞ്ഞു ക്രിസ്മസ് വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പൊ ഇതായിരുന്നു എന്റെ 2025 ക്രിസ്മസ്. ഒട്ടും തണുപ്പില്ലാത്തോണ്ട് നമ്മള് തിരിച്ച് എന്നിട്ട് പോണേ വീട്ടില് പോണേ. ഗുഡ് നൈറ്റ് ഗായ്സ്. ശരിക്കും ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.